ഹലോ, ബില്ലിസ സെയിൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ വർക്കലത്ത് മിനി ചേച്ചിയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കക്ക ഇറച്ചിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് ഞാൻ കക്ക ഇറച്ചി മേടിച്ചു. ഇന്ന് ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയില്ല. അപ്പോഴത്തേക്ക് കക്ക കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ കക്ക ഇറച്ചി മേടിച്ചു. 100 രൂപയ്ക്ക് കക്ക ഇറച്ചി മേടിച്ചു. ഒത്തിരി തരത്തുള്ളൂ കേട്ടോ, തോനെയൊന്നും തരത്തില്ല അവർ. ഞാനതിനെ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ആ ചെളി, അകത്തുള്ള ചെളിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായത് വലിയ സവോള ഒരു 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 3 വലിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു 4 പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. 2 തണ്ട് കരിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയാണ് ഞാൻ ഇതിൻ്റെ ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ ഉള്ളിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വേണം നമുക്ക്. ഒരു നേരമെങ്കിലും കഴിക്കണ്ടേ. ഒരു ഇച്ചിരി കക്ക ഇറച്ചി ആകുമ്പോൾ ഒരു ഇച്ചിരിയേ കാണത്തുള്ളൂ. അപ്പം ഇതും കൂടെ വഴണ്ട് വരുമ്പോഴത്തേക്ക് അത് മതി. ഒരു നേരത്തേക്കേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ കക്ക ഇറച്ചി വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എനിക്ക് ഗ്യാസ് തീർന്നു പോയി കേട്ടോ. ഗ്യാസ് തീർന്നു പോയതുകൊണ്ട് ഞാൻ അടുപ്പത്താണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിന് കുരുമുളക് വേണമായിരുന്നു. അപ്പോൾ പൊടിച്ചത് തീർന്നു പോയി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് അത് കല്ല് ചതച്ചെടുക്കുവാണ്. ചതച്ച് അതെടുത്ത് നല്ല മിക്സിയിലിട്ട് പൊടിക്കാൻ നോക്കിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ചതച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചതച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അതുകൊണ്ട് ചതച്ചെടുത്ത്, പൊടിയെക്കാട്ടി നല്ലത് ചതച്ചെടുക്കുന്നതാണ്. എന്നും പറഞ്ഞിട്ട് തീരെ പൊടിയാത്തതല്ല, നല്ല രീതിയിൽ പൊടിയണം, എങ്കിൽ തരിതര കാണണം. അപ്പോൾ ആ രീതിയിൽ പൊടിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് അതിന് ഞാനത് ഇതിലോട്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടെന്ന് പറയുന്നത് ഞാൻ 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ പെരുംജീരകം, ഉപ്പ്, ഗരം മസാല, കുരുമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ കണ്ടല്ലോ, ഞാൻ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ പെരുംജീരകം, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ പെരുംജീരകം. അപ്പോൾ ഇത്രയാണ് ഞാൻ അതിൻ്റെ കൂട്ടിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്തായതുകൊണ്ട് ഇച്ചിരി പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്തായതുകൊണ്ട് ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായി വരുന്നതാണ്. ഞാൻ അതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇട്ട് കൊടുത്ത് അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല പോലെ ചൂടായ എണ്ണയിൽ ഒരു 1/2 സ്പൂണേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് വെളുത്തുള്ളി അതിട്ട് അതിനെ ഒന്ന് വഴറ്റിയിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇടുവാണ്. അപ്പം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് ഇനി പച്ചമുളക് ഇടണം. അപ്പോൾ ഇത് ഒന്ന് വഴറ്റി ഇത് മാറി കഴിയുമ്പോഴത്തേക്ക് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പിലയൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അതിനെ ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ മാറി വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. വലിയ ഉള്ളി 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് അതിനെ ഇളക്കി എടുക്കുകയാണ്. നല്ലപോലെ വഴണ്ട് വരണം, ഉള്ളി വേവണം. അപ്പോൾ അത് വെള്ളമൊഴിച്ച് നമുക്ക് വേവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ എണ്ണയിൽ കിടന്ന് തന്നെ വഴണ്ട് വരണം കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്കിത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയം ആ ഇടയ്ക്കൊക്കെ എൻ്റെ ഹസ്ബൻഡും അനിയനും കൂട്ടുകാരൊക്കെ ചേർന്ന് കായലിൽ കക്ക എടുക്കാൻ പോകുമായിരുന്നു. ഈ ജോലി ഇല്ലാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ അവർ പോയി, കൂട്ടുകാരൊക്കെ ഒത്തുപോയി എടുക്കുമായിരുന്നു. അപ്പോൾ ഒരു ഉരുളിയൊക്കെ കൊണ്ടുവന്ന് പുഴുങ്ങി അതിനെ തോടൊക്കെ കളഞ്ഞ് അതിനെ വൃത്തിയാക്കിയത് ഇങ്ങനെ വലിയ ഉരുളിയിൽ വെക്കുമായിരുന്നു കേട്ടോ. എനിക്കത് നല്ല ഓർമ്മ വന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഉള്ളിയൊക്കെ വഴണ്ട് വന്നപ്പോൾ ഞാനിത് കക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് ഒന്ന് ഇളക്കി അതോട് യോജിപ്പിച്ച്, ഇതിനിടയിൽ ഞാനൊരു ശകലം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതും കൂടെ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഉള്ളി വെന്ത് കിട്ടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇത് ഇളക്കി ഒന്ന് വഴറ്റി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. കക്ക ഇറച്ചി വേവണം. അപ്പം ഒരു ലേശം മഞ്ഞൾപ്പൊടി കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് ഇളക്കി വഴണ്ട് വരണം, നല്ല രീതിയിൽ വഴണ്ട് വരണം. അപ്പോൾ ഇങ്ങനെ വലിയ ഉരുളിയിൽ പറഞ്ഞു തീർന്നില്ലായിരുന്നു കേട്ടോ. അപ്പം വലിയ ഉരുളിയിൽ കക്ക ഇറച്ചി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് എന്തോ ഒരു മണമായിരിക്കും എന്നറിയാമോ. പെരുംജീരകമൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നല്ല മണമാണ് കേട്ടോ. നല്ല മണമെന്ന് പറഞ്ഞാൽ നല്ല മണമാണ്. നമുക്കിത് അല്പനേരം അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. വഴണ്ട് വന്നിട്ടുണ്ട്, നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടെല്ലാം ഞാൻ ഇതിലേക്ക് തട്ടിയിടുവാണ്. ഇതിൽ പ്രധാനമെന്ന് പറഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളകാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം കേട്ടോ. കൂട്ടിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയാണ് കേട്ടോ. ഇത് ഇത്രയും ഉണ്ടെങ്കിലേ അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ വെച്ചപ്പോൾ എനിക്ക് മണമൊക്കെ അടിച്ചപ്പോൾ എനിക്ക് കൊതി വരുവാണ് കേട്ടോ. നല്ല മണം എടുക്കുവാണ്, മസാലയുടെ മണമൊക്കെ എടുക്കുവാണ്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ആ മുളക് പൊടിയുടെ പച്ചപ്പൊക്കെ മാറി ആ മുളക് പൊടി ഇനി ഇത് മാംസത്തിലൊക്കെ പിടിക്കണം. കാരണം കക്ക ഇറച്ചി കുഞ്ഞാണ് കേട്ടോ, വലുതൊന്നും അല്ല, ചെറിയ മാംസമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ പറ്റും. മറ്റേ വലിയ കഷ്ണമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വഴണ്ട് വെന്ത് വരുവാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീഡിയോ ഇത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. മറക്കരുത് കേട്ടോ. കക്ക ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്.